നക്ഷത്രക്കാരെ കുറിച്ച് ഒരു കാര്യം പലരും തിരിച്ചറിയാറില്ല. അവർ ഭാഗ്യം കാത്തിരിക്കുന്നവരല്ല, ഭാഗ്യം സ്വന്തമായി ഉണ്ടാക്കുന്നവരാണ്. പക്ഷേ ജൂലൈ മാസത്തിൽ ഒരു വിചിത്രമായ സാഹചര്യം വരാം. നിങ്ങൾ വർഷങ്ങളായി പിടിച്ചു നിന്ന ഒരു കാര്യം കൈവിട്ടേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അവസരം നിങ്ങളുടെ കൈകളിലേക്ക് വന്നേക്കാം. കാരണം ഈ മാസം നിങ്ങളുടെ കഴിവിനെ പരീക്ഷിക്കലല്ല, നിങ്ങളുടെ തീരുമാനങ്ങളെയാണ് പരീക്ഷിക്കുന്നത്. അത്തം നക്ഷത്രത്തിൻ്റെ അധിപതി ചന്ദ്രനാണ്. അതുകൊണ്ട് സ്വന്തം കഴിവ് കൊണ്ട് മുന്നേറുന്നവരാണ്, ബുദ്ധിശക്തിയുള്ളവരാണ്, ആശയവിനിമയത്തിൽ മിടുക്കരാണ്, അവസരങ്ങൾ സൃഷ്ടിക്കുന്നവരാണ്, പ്രതിസന്ധിയിലെ പരിഹാരം കണ്ടെത്തുന്നവരാണ്. പുറത്ത് ആത്മവിശ്വാസം ഉണ്ടാവും, ഉള്ളിൽ അമിത ചിന്തയാണ്. അത്തം നക്ഷത്രക്കാർക്ക് ഒരു പ്രശ്നമുണ്ട്. അവർ എല്ലാം നിയന്ത്രണത്തിൽ വേണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ ജീവിതം എല്ലായ്പ്പോഴും അവരുടെ പ്ലാൻ അനുസരിച്ച് പോകാറില്ല. അവിടെയാണ് നിരാശ തുടങ്ങുന്നത്. നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി എന്താ വെച്ചാൽ നിയന്ത്രണം നഷ്ടപ്പെടുന്നത്, സാമ്പത്തിക നഷ്ടം, വിശ്വാസവഞ്ചന, സ്വന്തം കഴിവ് അംഗീകരിക്കാൻ പെടാതെ പോകുന്നത്, അവസരം കൈവിട്ടു പോകുന്നത്. ജൂൺ മാസത്തിൽ പല അത്തം നക്ഷത്രക്കാർക്കും കരിയറിൽ ഒരു കാത്തിരിപ്പ്, സാമ്പത്തിക പദ്ധതി മാറ്റം, കുടുംബത്തിലൊരു പ്രധാന ചർച്ച, ഒരാളുടെ പെരുമാറ്റത്തിൽ നിരാശ, പുതിയ പദ്ധതികളെക്കുറിച്ചുള്ള ചിന്ത, ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ടാവും. ജൂലൈ മാസത്തിൽ കരിയർ പ്രകാരം ഒരു ടേണിംഗ് പോയിന്റ് പോലെ ആകാം, വലിയ നിർബന്ധമൊന്നുമില്ല. സെയിൽസിൽ, മാർക്കറ്റിംഗ്, മീഡിയ, ടീച്ചിങ്, മാനേജ്മെൻറ്റ് മേഖലകൾക്ക് ഉള്ളവർക്ക് പുതിയ അവസരങ്ങൾ ശ്രദ്ധയിൽപ്പെടും. പക്ഷേ അത് നിങ്ങൾ എത്രമാത്രം ടേക്ക് കെയർ ചെയ്യും എന്നുള്ളത് നിങ്ങൾക്കനുസരിച്ചിട്ടാണ്, നിങ്ങളുടെ തീരുമാനങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരവും വരാം. പക്ഷെ അത് വിനിയോഗിക്കാൻ നിങ്ങൾക്ക് അറിയണം. ഒന്നും ചെയ്യാണ്ടിരുന്നാൽ അത് അങ്ങനെ തന്നെ ആ മാസം പോവുകയും ചെയ്യും. ബിസിനസ് ചെയ്യുന്ന അത്തം നക്ഷത്രക്കാർക്ക് ഈ മാസം നെഗോസിയേഷൻ വളരെ പ്രധാനമാണ്. എന്തും പിശുക്കി വാങ്ങാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. ഒരു ചെറിയ സംഭാഷണം പോലും പുതിയ ക്ലയൻറ്റ്, വലിയ ഡീല്, പുതിയ പാർട്ട്ണർഷിപ്പ് എന്നിവയിലേക്ക് നയിക്കാം. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ അവസരത്തിൻ്റെ വില, വരുമാനം വർദ്ധിക്കും, വലിയ കാര്യമൊന്നുമില്ല, അതൊക്കെ അപ്പം തന്നെ പോവുകയും ചെയ്യും. ഒരു പുതിയ ഇൻകം സോഴ്സ് വരും, അതിനെ പരിശ്രമിക്കണം. പക്ഷെ ഇൻവെസ്റ്റ്മെൻറ്റ് സംബന്ധിച്ച് ചിന്തകൾ ശക്തമാകും, പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അനാവശ്യ ചെലവുകളും നിങ്ങൾ നന്നായിട്ട് നിയന്ത്രിക്കണം. ലവ് ലൈഫിൽ അത്തം നക്ഷത്രക്കാർക്ക് ഒരു വെല്ലുവിളിയുണ്ട്. അവർ ഹൃദയത്തെക്കാൾ തലച്ചോറിന് കൂടുതലായിട്ട് കേൾക്കും. അതുകൊണ്ട് പഴയ മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ആവും. ഒരാളുടെ യഥാർത്ഥ ഉദ്ദേശം എന്തായാലും മനസ്സിലാവും. സിംഗിൾ ആയവർക്ക് മീനിങ് കണക്ഷനും ലഭിക്കും. കല്യാണം നോക്കുന്നവർക്ക് കുടുംബ ചർച്ചകൾ മുന്നോട്ട് പോവും. നല്ല പ്രപ്പോസൽ വരും. മുമ്പ് തടസ്സപ്പെട്ട കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകാം. പ്രപ്പോസലിൻ്റെ കാര്യം ആരുടെ അടുത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായാലും മുടങ്ങുകയും ചെയ്യും. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാം, സ്കിൽ ഡെവലപ്മെൻറ്റ്, കമ്മ്യൂണിക്കേറ്റീവ് ട്രെയിനിങ്, പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ ഇവയിൽ മികച്ച പുരോഗതി കാണാൻ സാധ്യതയുണ്ട്. അത്തം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ കൈകളാണ്. അത് വെറും ശരീരത്തിൻ്റെ കൈകളല്ല, നിങ്ങളുടെ കഴിവ്, ബുദ്ധി, പരിശ്രമം. ജൂലൈ മാസം നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചേക്കാം. നിങ്ങൾ കാത്തിരിക്കുന്ന അവസരം വരണമെന്നില്ല. ചിലപ്പോൾ ആ അവസരം നിങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കേണ്ടത്. ഈ മാസം അവസാനിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായേക്കാം: ഭാഗ്യം നിങ്ങളെ തേടിയെത്തില്ല, നിങ്ങൾ തന്നെയാണ് ഭാഗ്യത്തെ പിടിച്ചെടുത്തത്.